ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ല വെയിലും വെളിച്ചമൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ രാവിലെ എണീച്ച് നല്ല പുട്ടും ചിക്കൻ കറിയും കഴിച്ചിട്ടായിരുന്നു നമ്മുടെ തുടക്കം. അത് കഴിഞ്ഞ് വീട്ടിലെ കുറച്ച് പണികളൊക്കെ തീർത്ത് അതിനിടയ്ക്ക് ഒരു കോഫി മാസ്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അനീത്തിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അവിടെ അടുത്തൊരു വീട്ടിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പൊതുവേ ഞാനങ്ങനെ പോകാറില്ല, പക്ഷെ ഇപ്രാവശ്യം എന്തോ പോകാൻ വേണ്ടിയിട്ട് തോന്നി, അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മുടെ വീട്ടിൽ കപ്സയും അതുപോലെ പായസമായിരുന്നു, പ്രഥമനായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പൊതുവെ നമ്മളെപ്പോഴും പെരുന്നാളിന് പ്രഥമനാണ് അധികം ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ അനിയത്തിയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് ഇങ്ങനെ നടന്നൊരു വയലിലൂടെയൊക്കെ പോയിട്ടാണ് ഈ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തേക്ക് എത്തേണ്ടത്. എനിക്കിഷ്ടമാണ് ഈ വയൽ, കാട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ പോകുന്ന വഴിക്ക് മൊത്തം ഈ മഞ്ഞ പൂക്കളായിരുന്നു, കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ. അങ്ങനെ പിന്നെ ഞാൻ അത് വെച്ചിട്ടൊരു മോതിരമൊക്കെ ഉണ്ടാക്കി കയ്യിലിട്ട് ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ ആയി അങ്ങനെ നടന്നു. നമ്മളവിടെ എത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും മാറി മാറി കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വേറൊരു സ്ഥലത്ത് പോയിട്ട് കുറച്ചും കൂടി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയോ. ഭയങ്കര പീസ്ഫുള്ളായിട്ട സ്ഥലമായിരുന്നു. അവിടെ നിങ്ങൾ വരാൻ തന്നെ തോന്നില്ല, അത്രയും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ പോയിട്ട് അവിടെ നിന്നും കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പം ഈ കാരാമൽ മിൽക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ അവിടെ നിന്ന് ബിരിയാണിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് ബായൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ പെരുന്നാൾ വിശേഷം. നിങ്ങളുടെ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?